ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. കുറച്ച് നാളായി ഒരു നോൺ വെജ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ചിക്കൻ അങ്ങനെ കുറവാണ് നമ്മളിപ്പോൾ നോൺ വെജ് ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യണ്ടേ? കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചില ഇടയ്ക്കെങ്കിലും ചേച്ചി ചിക്കൻ്റെ ഐറ്റമൊക്കെ കാണിക്കണം എന്ന്. അപ്പോൾ ഇത് ഞാനെന്ന് വിചാരിച്ചത് ഇതൊരു ചിക്കൻ വറുക്കുന്നതാണ്, പക്ഷേ ഒരു ക്രം കോട്ടിങ്ങോടുകൂടി വറുക്കുന്നതാണ്. അതായത് സ്പൈസി ക്രം ചിക്കൻ. സാധാരണ ഒരു ക്രം ചിക്കൻ എന്ന് പറഞ്ഞാൽ, ക്രം ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കരുകരുപ്പുള്ള ഒരു കവറിങ് ഉള്ളത്, ഇപ്പോൾ KFC പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ KFC ചിക്കൻ അതൊക്കെ സ്പൈസി അല്ലല്ലോ, ഒട്ടും സ്പൈസി അല്ല. സ്പൈസി ടൈപ്പ് കിട്ടുമെങ്കിൽ അത് അങ്ങനെയല്ല. ഇത് ഒരു നാടൻ ബ്ലൻഡാണ് സ്പൈസി ക്രം ചിക്കൻ. അപ്പോൾ പുറമേ കരുകരുപ്പും ഉള്ളിൽ നല്ല സ്പൈസി ആയിരിക്കും. ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മളുടെ മാജിക് അവനിലൊക്കെ കാണിച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിനെ കുറച്ച് കാര്യങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ ജോലി. അതായത് നമ്മളൊന്ന് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്രത്തോളം ഇരുന്നാൽ അത്രത്തോളം നല്ലതാണ്. പക്ഷേ പറ്റുമെങ്കിൽ ഓവർനൈറ്റ് തലേ ദിവസം പുരട്ടി നന്നായിട്ട് ക്ലീൻ ഫിലിമോ അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് അടച്ച് നല്ലതായിട്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ താഴത്തെ തട്ടിൽ ചിലറിൽ പിറ്റേ ദിവസം ഉണ്ടാക്കുന്നതിന് ഒരു 1 hour 2 hour മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അത് ഒരു ഓപ്ഷൻ. രണ്ടാമത് 2-3 പാത്രങ്ങളാക്കി വെച്ചാൽ ഓരോ ദിവസവും ആവശ്യാനുസരണം എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ താഴത്തെ തട്ടിൽ ഒരു ദിവസം വെച്ചാൽ മതി. പിന്നെ കൂടുതൽ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 3 പാത്രത്തിലാക്കിയിട്ട് തൊട്ടടുത്ത ദിവസം ഉപയോഗിക്കാനുള്ള മാത്രം താഴത്തെ തട്ടിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, ബാക്കി 2 ഫ്രീസറിൽ വയ്ക്കുക. ആവശ്യമുള്ള ദിവസം ഒരു 2 or 3 hours നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു കോഴിയെ തന്നെ 2-3 ദിവസമായിട്ട് ഉപയോഗിക്കാനും പറ്റും. ആദ്യത്തെ പരിപാടി കാണാം, ഞങ്ങൾ പറഞ്ഞുതരാം, നോക്കിക്കോളൂ കേട്ടോ എന്തൊക്കെയാണ്. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ബൗളിലേക്ക് ഒരു 2 ഹീപ്ഡ്, അതായത് 2 ടേബിൾ സ്പൂൺ നിറച്ച പെരിയൻ മുളക് പൊടി, പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയും. ഇതൊരു സ്പൈസി ക്രം ചിക്കൻ അല്ലേ, അപ്പോൾ സ്പൈസി ഇരിക്കട്ടെ. പിന്നെ കുറച്ചുകൂടി വേണമെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, പക്ഷെ വേണ്ട, ഇത്ര മതിയാകും. പിന്നെ ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ചേർക്കാം. ഒരു ഗാർലിക് പേസ്റ്റും, പിന്നെന്താ വെളുത്തുള്ളി അരച്ചതായി, പിന്നെ നമ്മൾ ഇഞ്ചി അരച്ചത്. ഇനി കുറച്ച് ഉപ്പ്, ഗരം മസാലപ്പൊടി, ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ്. ഇത് ഗരം മസാല ഏകദേശം ഒരു 3/4 ടീസ്പൂൺ വരെ ആകാം. ഓക്കെ, ഇനി ആവശ്യത്തിന് ഉപ്പ്. അതായത് ഒരു കോഴിക്ക് എത്ര വേണം അതനുസരിച്ചിട്ട്. ഇനി ഒരു ചെറിയ മിക്സിങ്. ഇനി ആ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും എന്തായാലും, ചിലപ്പോൾ നോക്കാം. നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നല്ലൊരു മിക്സിംഗ് ആണ് വേണ്ടത്. പുറത്ത് കാക്കയുടെ ശബ്ദം കേൾക്കാം. ഇത് ഞാൻ ഡേ ടൈമിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഉച്ച സമയമാണ്. അപ്പോൾ കാക്കയെല്ലാം പുറത്തുണ്ട്. സാധാരണ ചിലപ്പോൾ രാത്രിയാണ്, അപ്പോൾ കാക്ക ഉണ്ടാവില്ലല്ലോ. ഇന്നിപ്പോൾ കാക്കയുടെ ശബ്ദം നോക്കിയേ. കംപ്ലീറ്റ് നന്നായിട്ട് അതിലിങ്ങനെ പുരട്ടി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതൊരു സൈഡിലിരിക്കട്ടെ. ഞാൻ എന്തായാലും ഒരു 1/2 hour സമയം കൊടുക്കാം. അപ്പോൾ മിനിമം ആണ് ഈ അരമണിക്കൂർ. മിനിമം 1/2 hour എന്ന് പറഞ്ഞു, പക്ഷേ കൂടുതലിരുന്നാൽ കൂടുതൽ നല്ലത്. ഓവർനൈറ്റ് മാരിനേഷൻ ഈസ് ടു ഗുഡ്. അങ്ങനെ തലേ ദിവസമേ ഇതുപോലെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ, താഴത്തെ തട്ടിൽ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം ബാക്കി കാര്യങ്ങൾ ചെയ്താലും മതി. കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, മാരിനേഷനൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഇച്ചിരി നീറ്റിലൊക്കെ ഉണ്ടാവും. ഗ്ലൗസ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മസാലയിലൊക്കെ പുരണ്ട് വരുമ്പോൾ അതങ്ങ് ഉണങ്ങും പെട്ടെന്ന് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തുടങ്ങിയാലോ. 1/2 മണിക്കൂറിൽ കൂടുതൽ സമയം ഞാൻ വെച്ചിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഡയറക്റ്റ് ഫ്രൈ ആണ് ചെയ്യണം അല്ലേ. ഇത് പക്ഷേ വ്യത്യാസമുണ്ട്. ഇത് ചിക്കൻ സ്പൈസി ക്രം ഫ്രൈ ആണ്. അപ്പോൾ ഈ സ്പൈസി ചിക്കനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ വേവിക്കാൻ പോവാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, വേവിച്ച് വറ്റിച്ചെടുക്കണം. ചെയ്താലോ. ഇനി ഒരു 1/2 കപ്പ് വെള്ളം. ഓക്കെ, ഏതാണ്ട് ഒരു 1/2 കപ്പ് എന്ന് പറയാം. ഇനി ചിക്കൻ്റെ വെള്ളവും കൂടി ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് നന്നായിട്ട് വെന്ത് വറ്റി വരുന്നവരെ പാത്രം ഒന്ന് അടച്ചിടാം, അടുപ്പും കത്തിക്കാം. ഓക്കെ, മസാല സത്യം പറഞ്ഞാൽ മസാല ഒരിടത്തും പറ്റിയിരിക്കുന്നില്ല. അതെ, കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ തേച്ച് വെച്ചു, ശകലം ഇച്ചിരി. ഓക്കെ, ഇനി കൈയെല്ലാം കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ ഇത് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പ്രോസസ്സ് കാണിച്ചു തരാം. ഇത് നോക്കിയേ, കംപ്ലീറ്റ്
നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ചാറെല്ലാം വറ്റിക്കഴിഞ്ഞു. ഒരല്പം കൂടിയേ ഉള്ളൂ. ഇങ്ങനെ പുരണ്ടിരിക്കുന്ന പോലെ കംപ്ലീറ്റ് ചാറ് വറ്റി ഇതിലേക്ക് പിടിച്ചു. കണ്ടല്ലോ എങ്ങനെയാണ് നമ്മളുടെ ചിക്കൻ വന്നിരിക്കുന്നതെന്ന്. ഇത് ഒരുപാട് സമയമൊന്നും എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 20-25 മിനിറ്റിൽ കാര്യം നടക്കും. അടപ്പ് മാറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചിട്ടു. പിന്നെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അടപ്പൊക്കെ ഏകദേശം വെന്ത് വെള്ളം കുറച്ച് ബാക്കിയുള്ളപ്പോൾ അടപ്പ് മാറ്റിയിട്ട് പിന്നെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ വറ്റിച്ചെടുത്തത്. ഓക്കെ, വെരി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകണു. നോക്കിക്കോളൂ, ഒന്നുകൂടി നോക്കിക്കോളൂ. ആ പാകം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. അരപ്പിങ്ങനെ കഷ്ണങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന പാകം മതി, ഇത്ര മതി. ഓക്കെ, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറേ നേരം മാറ്റി വയ്ക്കാം, ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞു, അതൊരു കാര്യം. പിന്നെ ഇങ്ങനെ വേവിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുന്നതും കുറച്ചുകൂടി എളുപ്പമാണ്. കാര്യം ഇനി ഇത് വേവിച്ച് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. ഇതൊരു സ്പൈസി ക്രം ചിക്കൻ ആക്കണ്ടേ, അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇത് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വേവിച്ച് തണുപ്പിച്ചിട്ട് 2-3 കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ പോലും വെക്കേണ്ട, താഴത്തെ തട്ടിൽ. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രീസറിലും കൂടെ വെക്കണം. പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ താഴെ വെക്കാം. 2-3 ഡേയ്സിന് വേണ്ടിയാണെങ്കിൽ വെള്ളം വെക്കണം. പക്ഷേ മാരിനേറ്റഡ് ചിക്കൻ ആണെങ്കിൽ പിന്നെ നമ്മൾ എടുത്തിട്ട് പിന്നെ വേവിക്കേണ്ടി വരും. ഇത് പക്ഷേ വേവിച്ച് വെക്കുകയാണെങ്കിൽ 3 കണ്ടെയ്നേഴ്സിലാക്കി 3 ദിവസത്തേക്കായിട്ട് മാറ്റി താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഉണ്ടാക്കണേന് ഒരു 1 മണിക്കൂർ മുന്നേ പുറത്തൊക്കെ എടുത്താൽ മതി. അങ്ങനെയാണ് എളുപ്പം. ഓക്കെ, ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ പ്രോസസ്സ്, 2 കാര്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് തണുത്തു. ആഹാ, വെരി സ്പൈസി, നല്ല എരിവുള്ള. ഇത് ഇങ്ങനെ എടുത്ത് കുറച്ച് എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെരട്ടോ അങ്ങനെ ആ രീതിയിൽ നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മളിപ്പോൾ അതിനെ സ്പൈസി ക്രം ചിക്കനായിട്ട് ആക്കാൻ പോവാണ്, വറുക്കാൻ പോവാണ് കൈവിട്ട്. അപ്പോൾ സ്പൈസി ക്രം ചിക്കൻ എന്ന് പറയുമ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് മുട്ടയുടെ വെള്ളം. ഞാൻ 2 മുട്ടയുടെ വെള്ളം ഇവിടെ എടുത്തു വെച്ചു. അതുകൂടി ഇതിനകത്ത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് റൊട്ടിപ്പൊടി വേറൊരു പാത്രത്തിലെടുത്തിട്ട് ഇതിൽ നിന്നും അതെടുത്ത് അതൊന്ന് റോൾ ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് വരുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ എണ്ണയും ചൂടാക്കാൻ വെക്കട്ടെ. ഉണ്ടല്ലോ നല്ല, ഇതുകൊണ്ടാണ് ഞാൻ സ്പൈസി ചിക്കൻ എന്ന് പറയുന്നത്. നല്ല സ്പൈസി ആട്ടോ, നല്ല അത്യാവശ്യം നല്ല എരിവും മസാലയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി നൈസ്. 2 മുട്ടയുടെ വെള്ളം ഇതിങ്ങനെ ഇതിലിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ പീസസിലും എഗ് വൈറ്റ് ഒന്ന് പറ്റി വരണം. അതൊരു കവറിങ് ആണ് ആക്ച്വലി. ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കോട്ടിങ് ആയിരിക്കും. ഇനി എന്താ ചെയ്യണ്ടേ, സിമ്പിളല്ലേ ഈ ഒരു റെസിപ്പി. ഇറ്റ്സ് വെരി ഈസി, ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നമ്മളിപ്പോൾ ക്രം ചിക്കനൊക്കെ ഒട്ടും സ്പൈസി ആയിരിക്കില്ല നോർമലി. ഇത് സ്പൈസി ക്രം ചിക്കൻ. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ്. ഇത് ഡ്രൈ ബ്രെഡ് ക്രംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെടുക്കണം. ഇതാണെങ്കിൽ ബ്രെഡ് ക്രംസ് ആണ്, വാങ്ങാനും കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് ബ്രെഡിനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി. അത് ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ആക്കാം. അപ്പോൾ ഈ മുട്ട ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതെടുത്തിനി റൊട്ടിപ്പൊടിയിൽ മുക്കി ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ റൊട്ടി ഇതിപ്പോൾ ഡ്രൈ ബ്രെഡ് ക്രംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാരണ ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ അതായാലും മതി, ആ പൊടിച്ച ബ്രെഡ് ക്രംസ് ആയാലും മതി. ഓക്കെ, എണ്ണ ഒഴിക്കട്ടെ. അതായത് വറുത്ത് കോരുകയാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണ. ഓക്കെ, ഞാനൊരു പ്ലേറ്റും കൂടി എടുത്തിട്ട് വരട്ടെ. നമുക്കിങ്ങനെ റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞ് വെക്കണ്ടേ. 1 അല്ല 2 വറുത്തത് വയ്ക്കാനും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ പീസസ് വയ്ക്കാം. ഓരോന്നായിട്ടെടുക്കാം. ഇതിൽ നല്ല ഒരു കോട്ടിംഗ് ഉണ്ട്, മറ്റേ മസാലയുടെയൊക്കെ വിത്ത് കോട്ടിങ്ങാണ് നമ്മൾ വറുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസസ്, ഒരു കോഴിയെ 25 പീസായിട്ടാണ് മുറിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പീസാക്കാം, 20 പീസായിട്ടോ അല്ലെങ്കിൽ 15 പീസായിട്ടോ വേണമെങ്കിലും മുറിക്കും. എളുപ്പമല്ലേ, വെരി വെരി ഈസി. ഇപ്പം സാധാരണ നമ്മളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിക്കുന്നതിൽ നിന്നും വളരെ വളരെ വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ ചെയ്യും.
ചിക്കൻ പീസസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. എണ്ണയും ചൂടായിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല. പിന്നെ ചൂടാകുന്ന എണ്ണയുടെ കാര്യം അറിയാമല്ലോ, നന്നായിട്ട് ചൂടായിട്ട് പിന്നെ ഒന്ന് ക്രമീകരിച്ചിട്ട് ആദ്യം മീഡിയം ലോ, പിന്നെ അതിന് മീഡിയം ഹൈ, പിന്നെ ചൂട് കുറഞ്ഞു പോയി എന്ന് തോന്നുമ്പോൾ വീണ്ടും കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊരു 2-3 മിനിറ്റ് എന്താ പറയുക മൂപ്പിച്ചിട്ട് വേണം എടുക്കാൻ ഫ്രൈഡ് കാര്യങ്ങൾ. അപ്പോൾ എണ്ണ ഒട്ടും കുടിക്കില്ല. എണ്ണ നല്ല ചൂടായി, നമ്മൾ ക്രമീകരിച്ചു, തീ വെച്ചിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി ഇട്ട് തുടങ്ങിയാലോ. ഇതിലൊരു പകുതി ഇട്ടില്ല എങ്കിലും ആ എണ്ണയിൽ പറ്റുന്ന അത്ര ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിനെ ഒന്നും തൊടാനൊന്നും പോകണ്ട, അതൊന്ന് സെറ്റ് ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാം. ഓക്കെ, തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെറ്റായി കഴിഞ്ഞിട്ടാണ് ചെറുതായിട്ട് ഇളക്കി തുടങ്ങിയത്. ഇതെന്തായാലും വേഗേണ്ട ആവശ്യമില്ലല്ലോ, ചിക്കൻ ഓൾറെഡി കുക്ക്ഡാണ്. പിന്നെ പുറമേ ഉള്ള ഭാഗമൊക്കെ നല്ല കരുകരുപ്പായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുകയാണ് വേണ്ടത്. ആയിക്കഴിഞ്ഞു, കാണുന്നുണ്ടല്ലോ അതെ, വെരി ക്രിസ്പി. ഇനി എത്ര വേണമെങ്കിലും നമുക്ക് മുരിക്കാം. ഇത് ഇച്ചിരി കൂടെ മുരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ്, എത്ര മുരിയണം അങ്ങനെ. ഇത് കണ്ട ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഓഹോ, നമ്മുടെ ലെഗിൻ്റെ ഫുൾ പീസല്ല, ഹാഫാണ് അങ്ങനെ കട്ട് ചെയ്തേ ലെഗ് പീസ്. എല്ലാം കറക്റ്റായിട്ട് നല്ല കരികരിപ്പായിട്ട് മൂത്ത് കഴിഞ്ഞു. ഓക്കേ, ഇനി ഇതേപോലെ തന്നെ ബാക്കിയും കൂടി നമുക്ക് വറുത്തെടുക്കാം. ചൂടായി കിടക്കുകയാണ് എണ്ണ. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇട്ട് തുടങ്ങാം. ആ ചൂട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കയറി വന്നിട്ട് ഇതിങ്ങനെ മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ സ്പേസ് നമുക്ക് കിട്ടും, ചുരുങ്ങും അന്നേരം. ഓക്കേ, അപ്പോൾ ബാക്കിയെല്ലാം കൂടി ചേർത്ത് ഒറ്റ ട്രിപ്പിലിട്ടു. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് മൂത്ത് വരട്ടെ. ഇത് സത്യത്തിൽ ചൂടായിട്ടാണ് കഴിക്കേണ്ടത്. എനിക്ക് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇതിൽ ഇച്ചിരി ഒന്ന് നടക്കട്ടെ. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പാകം. ഇതിങ്ങനെയാണ് വരുന്നത്. ഓക്കെ, യെസ്, ആവി പറക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു ലെയർ ഓഫ് മസാല ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി, ടേസ്റ്റിൻ്റെ ഒരു പ്രധാന കാരണം. ചൂടാണേ. ആഹാ, നല്ല സ്പൈസിയാണ്, അത്യാവശ്യം ഓവറല്ല. കരിക്കിന് വറുത്ത് വരുമ്പോൾ ഓവറാണെങ്കിൽ പോലും അത് ന്യൂട്രലൈസ്ഡ് ആവും. പിന്നെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. കാര്യം നമ്മളിങ്ങനെ മസാല പുരട്ടി വേവിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് സാധാരണ ചിക്കൻ ഫ്രൈയുടെയൊക്കെ ഉള്ളിൽ ഉപ്പ് പിടിക്കുന്ന ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, നന്നായിട്ട് ഉപ്പൊക്കെ ഉള്ളിലേക്ക് പിടിച്ച്. ഇറ്റ്സ് വെരി നൈസ്, എക്സലൻറ്റ്. അപ്പോൾ ടേസ്റ്റിങ് നമ്മുടെ നേരത്തെ കഴിഞ്ഞു. ഇത് നമുക്ക് സോസ് എല്ലാം കൂട്ടി കഴിക്കാം, നല്ലൊരു രസമായിരിക്കും. അതേ മയോണീസോ കെച്ചപ്പോ എന്താണെങ്കിലും കുഴപ്പമില്ല. സെക്കൻഡിലോട്ടും ഏതാണ്ട് കറക്റ്റ് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. നമുക്ക് ഇച്ചിരി കൂടെ മൂപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആകാം. ഞാൻ ആദ്യത്തേത് കുറച്ചുകൂടി മൂപ്പിച്ച് ഏതാണ്ട് ഡാർക്ക് ബ്രൗൺ കളറിലാണ് എടുത്തത്. പക്ഷേ ഇത് ഞാൻ കുറച്ചുകൂടെ ലൈറ്ററായിട്ട് എടുക്കണം. ഇത് ഏതാണ്ട് ഒരു KFC ചിക്കൻ്റെയൊക്കെ കളറിലാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, ഞാൻ രണ്ടും കാണിച്ചു തരുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എത്രത്തോളം കരികരിപ്പായിട്ട് മൂപ്പിച്ചെടുക്കണമോ അത്രത്തോളം എടുക്കാം. കളറ് അതെല്ലാം നിങ്ങളുടെ ഡിസിഷൻ. ഫിനിഷ്ഡ്, വർക്ക് ഈസ് ഓവർ.
സോ അവർ സ്പൈസി ക്രംബ് ചിക്കൻ റെഡി. അടിപൊളിയല്ലേ? വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ ഈസിയാണ്. നമുക്ക് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെക്കാം ഫ്രിഡ്ജിനകത്ത്. എന്നിട്ട് ആവശ്യമുള്ള ദിവസം എടുക്കുക. കുറച്ച് മുട്ടയുടെ വൈറ്റിലും മിക്സ് ചെയ്യുക, റൊട്ടിപ്പൊടിയിൽ പുതിയ വറുത്തെടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടൊമാറ്റോ കെച്ചപ്പ് ഓർ മയോണീസ് നല്ലൊരു കോംബോ ആയിരിക്കും. ഓക്കെ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, പൊട്ടറ്റോ വറുത്തെടുത്തിട്ട്. നൈസ്. പിന്നെന്താ, ഒരു ബ്രെഡ് ടോസ്റ്റോ ബണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു എല്ലാം കൂടി ചേർന്നിട്ട് കുറേ സാലഡ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണമായ ഭക്ഷണമായി കഴിഞ്ഞു. അപ്പോൾ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു ലൈക്ക്, ഒരു കമൻ്റ് ഒക്കെ തരിക. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ്, മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സിൻ്റെ വീഡിയോയുടെ ലിങ്ക്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.